ഉക്രൈൻ റഷ്യക്ക് നൽകിയ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു പാഠം ഇത് ലോകത്ത് വലിയ ചർച്ചാ വിഷയമായ എന്ന് പറഞ്ഞാൽ ഈ വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന ഭരണാധികാരി മിണ്ടാതിരിക്കുമെന്ന് ആരും കരുതുന്നില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയൊരു കാര്യം, പുടിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കം, റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കം എത്ര അപ്രതീക്ഷിതമായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഉക്രൈന് തിരിച്ചടി നൽകുമെന്നല്ലേ വായിച്ചെടുക്കണ്ടേ? മാത്രമല്ല, നമ്മൾ ഒരു പക്ഷേങ്കിൽ ഈ സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ ഒരു പക്ഷേ വെച്ച് ഏറ്റവും ഭീകരമായ ആക്രമണമായിരിക്കും. നമുക്കതിൻ്റെ ആ ഒരു തോത് പോലും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലൊരു ആക്രമണമായിരിക്കും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉക്രൈനിലേക്ക് ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ റഷ്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, ചരിത്രം എന്ന് വെച്ചാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ശീതസമരമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടാക്കി കെട്ടിപ്പൊക്കിയിരുന്ന ഒരു 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 ഇമേജ് ഉണ്ടല്ലോ. റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പോലും ഭീഷണി. ഇപ്പോൾ യൂറോപ്പ് മുഴുവൻ ഈ റഷ്യ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കുന്നുള്ള ഭീഷണിയിലാണ്. ഇപ്പോൾ യൂറോപ്പ് മുഴുവൻ അവരുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചറൊക്കെ വർദ്ധിപ്പിക്കുകയും തകൃതിയായിട്ട് ആയുധ ഫാക്ടറികൾ തുടങ്ങുകയും ആയുധം നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നത് റഷ്യയെ ഭയന്നിട്ടാണ്. അതുപോലെ ഒരു യുദ്ധ മുന്നറിയിപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റഷ്യ എന്നുള്ള ഇന്ന് പിന്നെ ഒരു ഏറ്റവും വലിയൊരു യുദ്ധ ഭീഷണി അല്ലെങ്കിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഭീഷണി പോലെ നിൽക്കുന്ന ഒരു സംഗതിയാണ് റഷ്യ എന്ന് പറയുന്നത്. റഷ്യയുടെ ഒരു ധൈര്യവും ഒരു എന്താ പറയുക, ആ ഒരു നിലനിൽപ്പും എല്ലാം തന്നെ ഈ ഒരു ഇമേജിലാണ് നിൽക്കുന്നത്. അതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടാകും. മാത്രമല്ല, ഈ പുടിൻ എന്ന് പറഞ്ഞാൽ ഈ ട്രംപിനെ പോലുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല. ഇങ്ങനെ വളരെയധികം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കാര്യത്തെ അതിവിദഗ്ധമായിട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ള എന്താ പറയുക, വളരെ അതിഗംഭീരമായ തന്ത്രശാലിയാണ്. അപ്പോൾ അതിന് ഏറ്റവും വലിയ അടിയാണ് ഈ യുക്രൈൻ്റെ അവരുടെ വ്യോമ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. കാരണം ഈ റഷ്യയുടെ 1/3 ഈ വ്യോമസേനാ സംവിധാനങ്ങൾ ഈ ആക്രമണത്തിൽ തകർന്നുപോയി. ആലോചിച്ച് നോക്കണം. അത് മാത്രമല്ല, അതിൻ്റെ സ്ട്രാറ്റജി നോക്കണം. അവരുടെ അടിക്കാനുള്ള ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആകാശ യുദ്ധമാണ്, ഇല്ലേ? ടെക്നോളജിയും സ്കൈ, ഇതാണ് എയർഫോഴ്സ് വ്യോമ തലത്തിലുള്ള ആക്രമണമാണ്. അപ്പോൾ അതിൻ്റെ 1/3 ശേഷി ഉക്രൈൻ ഒറ്റ സ്ട്രൈക്കിലൂടെ ഇല്ലായ്മ ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ ക്രൈമിയ പുടിൻ 2017 റഷ്യയോട് ചേർത്തിട്ട് അവിടെ ക്രൈമിയയും റഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഉണ്ടാക്കിയിരുന്നു. ഈ പാലത്തിലൂടെയാണ് ക്രൈമിയയെ നിലനിർത്തുന്നതും കംപ്ലീറ്റ് സപ്ലൈയും ലോജിസ്റ്റിക്സും കംപ്ലീറ്റ് മൂവ് ചെയ്യുന്ന ഈ പാലത്തിലൂടെയാണ്. അപ്പോൾ ആദ്യം ഈ വ്യോമ ശേഷിയിലെ 1/3 ഭാഗം ഒറ്റ സ്ട്രൈക്കിലൂടെ യുക്രൈൻ ഇല്ലായ്മ ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ക്രൈമിയയിലെ ഒരു പാലം, ഇത് യുക്രൈൻ ഈ കടലിനടിയിലൂടെ തകർത്ത് കളഞ്ഞു. അതിൻ്റെ പില്ലർ തകർത്തിട്ടാണ് ഈ ക്രൈമിയയിലെ പാലം തകർത്തിരിക്കുന്നത്. അണ്ടർ വാട്ടർ ഡ്രോൺ എന്നൊക്കെ പറയാം. അണ്ടർ വാട്ടർ ഡ്രോൺ ശരിക്കും അത് തന്നെയാണ്. അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ച് എൻ്റെ പില്ലർ തകർത്തിട്ട്, അതും വളരെ കൃത്യതയോടുകൂടി. കാര്യം പില്ലറിലേക്കൊക്കെ പോയി അടിക്കാന്ന് പറഞ്ഞാൽ നല്ല നിരീക്ഷണ ശേഷിയൊക്കെ വേണ്ടി വരുമല്ലോ. അതെ, കൃത്യമായ ലക്ഷ്യമാണ്. അപ്പോൾ ഇത് തകർത്തപ്പോഴത്തേക്ക് ക്രൈമിയ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ റഷ്യയുമായിട്ട് വേർപെട്ട ഒരവസ്ഥയിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. ഇതിന് ശേഷം റഷ്യ അതിഭീകരമായ അടിയാണ് കാർക്കീവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർക്കീവിൽ വ്യാപകമായ രീതിയിൽ ഡ്രോണുകൾ അയച്ചിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഇന്നലെയും മെനഞ്ഞാന്നും കൂടെ ആണ്ട് 20 ഗ്രാമങ്ങൾ വീണ്ടും യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തു. അപ്പോൾ ഈ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഒരു ദിവസം മെനഞ്ഞാന്ന് ട്രംപും പുടിനും കൂടെ ടെലിഫോൺ സംഭാഷണം നടത്തിയത്. അത് 75 മിനിറ്റ് നീണ്ടു നിന്നൊരു സംഭാഷണമാണ്. ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തുന്ന 4ാമത്തെ ഫോൺ കോളാണ്. എല്ലാ ഫോൺ കോളും ട്രംപ് പറയാറുണ്ട് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ നീണ്ടു പോകാറുണ്ട്. ഇതിപ്പോൾ 75 മിനിറ്റ് കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പുള്ള മീറ്റിംഗ് തന്നെ ഫോൺ കോൾ നടത്തിയപ്പോഴാണ് പറഞ്ഞത് അവിടെ റഷ്യ ഉക്രൈൻ വാർ നിൽക്കാൻ പോകുന്നു മറ്റേ സാമൂഹ്യ മാധ്യമത്തിലൂടെ ട്രംപ് പറയുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് വീണ്ടും പോയി. അപ്പോൾ അധികാരത്തിലേറിയ പിറ്റേ ദിവസം ഞാൻ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാണ്. അങ്ങനെ ഈ ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 4 മാസത്തിനിടയ്ക്ക് 4 തവണയാണ് പുടിനുമായിട്ട് സംസാരിച്ചത്. അപ്പോൾ പുടിനുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇട്ടിരിക്കുന്നത് പുടിൻ റിവെഞ്ച് ചെയ്തിരിക്കുന്നവർ, ഇതിന് പകരം വീട്ടിയിരിക്കുന്നവർ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ
അതിശക്തമായ ആക്രമണം നടത്തുന്നത് മാത്രമല്ല, ഇപ്പോൾ ചൈനയുടെ ഒരു സൈലന്റ് ഹണ്ടർ എന്ന് പറയുന്ന ഈ ലേസർ ഉപയോഗിച്ചിട്ട് ഡ്രോണുകളെ നിർവീര്യമാക്കുന്ന സംഗതി ഉപയോഗിച്ചിട്ട് യുക്രൈൻ്റെ ഡ്രോണുകളെ കംപ്ലീറ്റ് നേരിടുന്നുണ്ട്. അതൊരു പുതിയ സംവിധാനം കൂടെ, ലേസർ ഉപയോഗിച്ചുള്ള സംഭവം. അതിന് ഒരു ഡ്രോണിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് വളരെ ചീപ്പുമാണ്, എക്സ്പെൻസ് ഇല്ല. ഒരു ഡ്രോണിനെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ $10 മാത്രമേ ചിലവാകുന്നുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ഉപയോഗിച്ച് വ്യാപകം അത് ചൈന ഇപ്പോൾ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം റഷ്യയുടെ ഇപ്പം നിലവിൽ ലോക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ലോക ഒരു ജിയോ പൊളിറ്റിക്സിനകത്ത് റഷ്യയുടെ ഒരു ആധിപത്യം അല്ലെങ്കിൽ ആ ഒരു മേധാവിത്വം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ സൈനിക ശേഷി, റഷ്യയുടെ പക്കലുള്ള ആ പ്രഹരശേഷി കാണിക്കാൻ നിലനിൽപ്പില്ല, അത് വീണ്ടെടുക്കാൻ പറ്റത്തില്ല. അതിന് ഇപ്പോൾ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കുന്ന സമയത്ത് ഏത് അവസ്ഥയിലേക്കും പോകാമല്ലോ. അപ്പോൾ അതിന് ഒരുപക്ഷെ നമ്മുടെ ചരിത്രം പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ആക്രമണം റഷ്യ നടത്തിക്കൂടായില്ല, യുക്രൈൻ നടത്തിക്കൂടായില്ല. കാരണം അവരുടെ ആ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചെടുക്കുക, ആ പ്രതിച്ഛായ ഈ ഭൗമരാഷ്ട്രീയത്തിൽ ഇപ്പം നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. എങ്കിൽ ഈ റഷ്യയുടെ ആ ഒരു വിലവേശൽ തന്ത്രങ്ങളും അതേപോലെ തന്നെ ഇപ്പം യൂറോപ്പും അമേരിക്കയും നാറ്റോയും എല്ലാം ശിഥിലമായി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പം അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ പുതിൻ്റെ അതിവിദഗ്ധമായ ഒരു തന്ത്രങ്ങളുടെ ഭാഗമാണ്. നമ്മളതിനെ ഈ ഇപ്പം അമേരിക്കയും നാറ്റോയും തമ്മിൽ വേർപെട്ട് നിൽക്കുന്നതും ഒക്കെ നമ്മളതിനെ ആ രീതിയിൽ കാണേണ്ടതാണ്. അപ്പോൾ അതെല്ലാം തിരിച്ചു പിടിച്ച് റഷ്യയ്ക്ക് ഈ ഭൗമരാഷ്ട്രീയത്തിൽ അതിൻ്റെ ആധിപത്യം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിഭീകരമായ ഒരു ദാരുണമായ ഒരു ആക്രമണം ഏത് സമയത്ത് വേണമെങ്കിലും യുക്രൈനിൽ റഷ്യ നടത്തും എന്നുള്ളതാണ്. ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത് KGB-യിലൊക്കെ ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയന്റെ കാലം മുതലേ ശക്തനായ തന്ത്രങ്ങൾ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രത്തലവനായിട്ട് വരുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. പക്ഷേ ഇവരെ ഞെട്ടിച്ചുകൊണ്ട് കുറേ നാൾ 1.5 വർഷം എടുത്തിട്ടാണ് ഉക്രൈൻ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇവരുടെ S-400 S-500 പോലെയുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഇതിലേക്ക് ട്രക്കിൽ കയറ്റി വിട്ടു സ്ഫോടക വസ്തുക്കൾ എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര പ്ലാനിങ്ങാണ്. ഇത്തരം ഒരു പ്ലാനിങ് യുക്രൈന് നടത്താൻ കഴിഞ്ഞെങ്കിൽ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരി തന്നെയാണ് പുടിൻ. അപ്പോൾ അന്തം വിട്ടുപോയ പുടിൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. ട്രംപ് പറയുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ട്രംപിന് കൃത്യമായിട്ട് പുടിനെ മനസ്സിലായി. ട്രംപിനെ കൂടെ നിർത്തിയും അതുപോലെ ട്രംപിനെ പൊട്ടം കളിക്കുകയും ചെയ്ത ആളാണ് പുടിൻ. അതുകൊണ്ട് പുടിൻ നടത്തുന്ന നീക്കം എന്ന് പറയുന്നത് ഉക്രൈൻ സൂക്ഷിച്ചോ, നിങ്ങൾക്ക് നല്ല പണിയാണ് വരുന്നത്. അതെ, ഇതിനകത്ത് മറ്റൊരു സംഗതികളുണ്ട്. ഇതിനിടയ്ക്ക് സെലൻസ്കിയും ട്രംപും തമ്മിൽ കരാർ ഒപ്പിട്ടു, മറ്റേ മിനറൽസിന്റെ കാര്യത്തിൽ അല്ലേ. അതിനുശേഷമാണ് ഈ മാറ്റം നടക്കുന്നത് മനസ്സിലാക്കണം. ഇപ്പൊ ഈ അതിനുശേഷം ആയുധ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തു അമേരിക്കയുടെ. അപ്പൊ വീണ്ടും അതായത് ബൈഡന്റെ കാലം പോലെ തന്നെ ഞങ്ങൾ തുടരാമെന്ന് ട്രംപ് ചിലപ്പോൾ അതിനേക്കാൾ ഗംഭീരമായ ആയുധങ്ങളും അതേപോലെ തന്നെ ഇന്റലിജൻസ് സാധനം കൊടുക്കാതെ പിന്നെ ഉക്രൈൻ ഇത് സാധ്യമല്ല. അതെ, ഉക്രൈൻ്റെ സ്വന്തം ഈ സെലൻസ്കി എന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ ഒരു കൊമേഡിയൻ്റെ അവസ്ഥ തന്നെയാണ് അയാൾ നിലനിൽക്കുന്നത്. അയാൾക്ക് അത്ര വലിയ യുദ്ധതന്ത്രങ്ങളൊന്നും പ്ലാൻ ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാൾ നീണ്ടുപോകില്ലായിരുന്നു. അതെ. അപ്പോൾ ഇതിൻ്റെ പിന്നിലും ആരും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് ഈ യുദ്ധം കൊണ്ടുവന്ന് അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ അമേരിക്കയ്ക്ക് ഇവിടുന്ന് മിനറൽസ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം യുക്രൈൻ്റെ എന്താ പറയുക, ആ സമൃദ്ധിയിലുള്ള ആ റെയർ എർത്ത് മുഴുവൻ കൊണ്ടുപോകുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത്, ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് ഏതെങ്കിലും രീതിയിലൊരു അവസാനത്തിലേക്ക് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഇപ്പോൾ റഷ്യ തന്നെ പറഞ്ഞിരിക്കുന്ന സാധനം ഞങ്ങൾക്ക് പീസ് അല്ലേ ലക്ഷ്യം. ഇപ്പം ഇന്നലെ മെനഞ്ഞാന്ന് പറഞ്ഞത്, അതായത് ഈ ദിമിത്രി മെദ്വദേവ് നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു, ഈ പുടിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹം ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞു ഇത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുന്ന രീതിയിലാണെന്ന് പറഞ്ഞു. ഈ മെദ്വദേവ് പറഞ്ഞു. അത് പുടിനാണ് പറയിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ മെനഞ്ഞാന്ന് ഈ മെദ്വദേവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സമാധാനമല്ല ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങൾക്ക് വിജയമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അത് വളരെ കൃത്യമായ മെസ്സേജാണ്. ഈ ആക്രമണം ഉണ്ടായതിന് ശേഷമാണ് ഈ മെദ്വദേവ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് വിജയമാണ് ലക്ഷ്യം. അപ്പോൾ അതാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല പുടിന് വ്യക്തമായിട്ടറിയാം ഇതിനകത്ത് എവിടെ നിന്നാണ് സഹായം കിട്ടിയിരിക്കുന്നത്. ഇന്നലെ ട്രംപുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും പുടിന് നന്നായിട്ട് അറിയാം ഈ സെലൻസ്കി ഉപയോഗിച്ചിരിക്കുന്ന ഇന്റലിജൻസും അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള തന്ത്രങ്ങളും എവിടെ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. അപ്പം ഇതുകൊണ്ടാണ് ഈ 3ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു സൂചനയും റഷ്യയിൽ നിന്ന് ഇപ്പോൾ
പറഞ്ഞു കേൾക്കുന്നത്. അതേപോലെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ചുകൂടായില്ല എന്നൊരു സംശയം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ഇതുവരെ ഉണ്ടായിരുന്ന 2022 തുടങ്ങിയ യുദ്ധമാണ്, കഴിഞ്ഞ 3 വർഷമായിട്ട് തുടരുന്ന യുദ്ധമാണ്. ആ റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ നമ്മളൊക്കെ വാസ്തവം പറഞ്ഞാൽ നമ്മളുടെ ഒരു ശരാശരി വാർത്തയുടെ ഇതിൽ നിന്നത് പോയിപ്പോയിരിക്കുന്ന അവസ്ഥയാണ്. അതെ, പക്ഷെ അവിടെ നിന്ന് മാറി വേറൊരു തലത്തിലേക്ക് മാറുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമാണ് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നമ്മുടെ മുമ്പിൽ. നമ്മൾ ഈ ആദ്യം പോലും കണ്ടത് റഷ്യ ഉക്രൈനും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ റഷ്യ അവരുടെ സൈന്യത്തെ പൂർണ്ണമായിട്ടും ഫ്രണ്ട് നിരയിലേക്ക് ഇറക്കിയില്ല. പകരം ഇപ്പോൾ ഇന്ത്യയിൽ നിന്നടക്കം ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കൂലിപ്പട്ടാളം എന്ന രീതിയിൽ മുന്നിലേക്ക് ഇറക്കുന്നു. പിന്നീട് കുറച്ച് നോർത്ത് കൊറിയൻ പട്ടാളക്കാരെ കൊണ്ടുവരുന്നു. ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെ ആയുധ സംഭരണയുടെ ഒരു 10% പോലും വേണമെങ്കിൽ ഉക്രൈൻ എടുത്ത് എതിരെ ഉപയോഗിച്ചില്ല എന്ന് പറയാം. അത്തരത്തിലുള്ള ആയുധങ്ങളുടെ ഒരു ശക്തമായ കലവറയുള്ള റഷ്യ ശരിക്കും ഒരു യുദ്ധമുഖത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉക്രൈനെ തോൽപ്പിക്കാം. നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഉക്രൈൻ പോലെയുള്ള അല്ലെങ്കിൽ 1 മാസം കൊണ്ട് കീഴടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുകയും 3 വർഷത്തോളം ഇത് നീണ്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അപ്രതീക്ഷിതമായിട്ട് നാറ്റോയുടെ സഹകരണമൊക്കെ ഉക്രൈന് കിട്ടിയുണ്ട്. പക്ഷേ ഇനി പുടിനെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങളുടെ മുന്നിൽ അപമാനിതനാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനൊരു റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് അയാളുടെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നം കൂടെ. അതുകൊണ്ട് തന്നെ ആ ആയുധ സംഭരണം ശക്തമായിട്ട് എടുത്ത് ഉപയോഗിച്ചാൽ, ആണവായുധങ്ങൾ പോലും എടുത്ത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയാൽ ഉക്രൈന് ചെന്ന് കാലേ വീഴുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് വേണ്ട എന്താ വെച്ചാൽ റെയർ എർത്ത് മാഗ്നറ്റ് പോലെയുള്ള ധാതുക്കൾ എവിടെയുണ്ടോ അവിടെയൊക്കെ തന്നെ ചൈന കൊണ്ടുവന്ന് നിക്ഷേപം നടത്തുകയും നടത്തുകയും ചെയ്യുന്നു. അമേരിക്ക അത്രയും ആഴത്തിൽ ചിന്തിച്ചിരുന്നില്ല. ഇപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് ഈ ധാതുക്കളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉക്രൈനിലേക്ക് വലിയ ഒത്തുതീർപ്പ് വ്യവസ്ഥയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ സെലൻസ്കിയായിട്ടുള്ള നല്ല ബന്ധത്തിന് കാരണം തന്നെ ഈ ധാതുക്കൾ അമേരിക്ക കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തുമ്പോൾ ഇത് റഷ്യ മുൻകൂട്ടി കാണും. കൃത്യമായിട്ട് റഷ്യക്ക് ഒരു തിരിച്ചടി, അല്ലെങ്കിൽ യുക്രൈന് തിരിച്ചടി കൊടുക്കും. ഈ തിരിച്ചടിയുടെ ഒരു ഗ്രാവിറ്റി ഏത് ലെവലിലേക്ക് പോകുന്നത്, ഗ്രാവിറ്റി കൂടിക്കഴിഞ്ഞാൽ അതൊരു 3rd വേൾഡ് വാർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഒന്നുകിൽ 3rd വേൾഡ് വാറിലേക്ക് പോകും, അതല്ല എന്നുണ്ടെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അതെ. അപ്പോൾ ഇതിപ്പോൾ അമേരിക്കയുടെയും കൂടെ ആവശ്യമാണ് യുദ്ധം ഏതെങ്കിലും രീതിയിൽ അവസാനിപ്പിക്കേണ്ടത്. അതെ, മനസ്സിലല്ലേ? അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ 3rd വേൾഡ് വാറിലേക്ക് പോകും എന്നുള്ളൊരു സാധ്യതയും നമ്മുടെ മുമ്പിലുള്ളത്. അവിടെയാണ് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഈ പുടിൻ ഏത് രീതിയിലാണ് ഇനി അടിക്കാൻ പോകുന്നത്. ഇപ്പം ന്യൂക്ലിയർ വെപ്പൺസ് പോലും യുക്രൈൻ്റെ നേരെ ഉപയോഗിച്ചുകൂടായില്ല എന്നുള്ള റിപ്പോർട്ടിലാണ് വരുന്നത്. എന്തായാലും കാത്തിരിക്കേണ്ടി വരും അല്ലേ? എന്തായാലും പക്ഷേ ഇത് നമ്മുടെ ലോക ക്രമത്തെ തന്നെ ഈ വരും ദിവസങ്ങളിൽ ഈ യുക്രൈൻ റഷ്യ യുദ്ധം അത് നിർണ്ണയിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമെന്നുള്ളത് നമുക്ക് ഇപ്പോഴേ മുൻകൂട്ടി കാണാവുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.